നേടിയ മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. മികച്ച വാഗ്മിയും അധ്യാപകനും ആയിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 3677 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. 51,879 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,351 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 228 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 20 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 63,582 സാമ്പിളുകൾ പരിശോധന നടത്തി. 4,652 പേർ രോഗമുക്തരായി. പല സംസ്ഥാനങ്ങളും കോവിഡ് വ്യാപനത്തിൻ്റെ അടുത്ത തരംഗത്തിൻ്റെ വക്കിലാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. തൊട്ടു മുൻപത്തെ ആഴ്ചയിലെ കണക്കെടുത്ത് നോക്കിയാൽ 31% വർധനവാണ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്തുണ്ടായത്. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനത്തിൻ്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 5 സംസ്ഥാനങ്ങളിൽ 10% കൂടുതലാണ് വർധന. കേരളത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവാണ് കണ്ടുവരുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ കർണാടക സംസ്ഥാനം തടയുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. സവിശേഷ സാഹചര്യമനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെങ്കിലും അവ പൊതു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. ലോക്ക്ഡൗണിന് ശേഷം പുതിയ മാനദണ്ഡങ്ങൾ വന്ന സമയത്ത് അന്തർ സംസ്ഥാന യാത്രകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതാണ്. അത് പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറാകേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാകും. കർണാടകയുടെ ഈ സമീപനത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കേരളത്തിന് അനുകൂലമായ നടപടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അന്തർ സംസ്ഥാന യാത്ര തടഞ്ഞതിന് ഒരു ന്യായീകരണവുമില്ലാത്തതാണ്. ഒരു സമയത്ത് ഏകദേശം 150 മരണങ്ങളും 10,000-ലധികം കേസുകളും ഉണ്ടായിരുന്ന സാഹചര്യം കർണാടകത്തിലുണ്ടായിരുന്നു. കർണാടകയിലെ 2020 നവംബറിൽ തന്നെ ഏകദേശം 46% ആളുകൾക്ക് കോവിഡ് വന്നതായാണ് അവരുടെയും ICMRൻ്റെയും സെറോ പ്രിവലൻസ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അതായത് ഏകദേശം 3 കോടി ആളുകൾക്ക് അവിടെ കോവിഡ് വന്നു പോയിട്ടുണ്ടാകും. ഇതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ 10-1 ആളുകൾക്ക് പോലും കേരളത്തിൽ ഇതുവരെ
കോവിഡ് ബാധ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ റിപ്പോർട്ടിംഗ് സംവിധാനത്തിൻ്റെ മികവ് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ 30 പേർക്ക് രോഗം വരുമ്പോൾ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ 3 പേർക്ക് രോഗം വരുമ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കേരളത്തിൽ കേസുകൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന പ്രതീതി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇവിടെ നമ്മൾ രോഗം കൂടുതൽ കാര്യക്ഷമമായി കണ്ടെത്തുന്നു എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. കോവിഡ് മൂലം രാജ്യത്ത് ഏറ്റവും കുറച്ച് മരണനിരക്കുള്ള പരിചരണവും നൽകുന്ന കേരളത്തെ വസ്തുതകൾ മൂടിവെച്ച് താറടിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ അനുഭവങ്ങളെ മായ്ച്ചു കളയാൻ ഈ വ്യാജ പ്രചാരകർക്ക് സാധിക്കില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിൻ മുൻഗണനാക്രമമനുസരിച്ച് ചിട്ടയായി കേരളത്തിൽ നൽകി വരികയാണ്. കേന്ദ്ര സോഫ്റ്റ്വെയറിൻ്റെയും മറ്റും തകരാറുകൊണ്ട് ചിലർക്ക് വാക്സിൻ കിട്ടാതെ പോയത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന അതുവരെ കാത്തു നിൽക്കുന്നത് വിഷമകരമാണ്. കരുതൽ നടപടികൾ വിജയകരമായിരുന്നതുകൊണ്ട് കേരളം നേരിടുന്ന പ്രത്യേക പ്രതിസന്ധി പരിഗണിച്ച് കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൊതുവിപണിയിൽ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലെന്ന പോലെ സ്വകാര്യ സംരംഭകർക്കും വാക്സിൻ മിതമായ വിലക്ക് വിതരണം ചെയ്യാൻ അനുമതി നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവെക്കൽ സർജറി ഉടനെ ആരംഭിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിനായി സർജിക്കൽ ഗാസ്ട്രോ വിഭാഗം ആരംഭിക്കുന്നതിന് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, 2 അസിസ്റ്റന്റ് പ്രൊഫസർ, 4 സീനിയർ പ്രസിഡന്റ് ഇത്രയും തസ്തികകൾ ഫെബ്രുവരി 19 സൃഷ്ടിച്ചിട്ടുണ്ട്. 4 സീനിയർ പ്രസിഡന്റ് ഇത്രയും തസ്തികകൾ ഫെബ്രുവരി 19 സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കിയിൽ കട്ടപ്പന വെച്ച് ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനസംഖ്യയുടെ 3.2% അധിവസിക്കുന്നത് ഇടുക്കിയിലാണ്. അവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ദുർബല വിഭാഗങ്ങളാണ്. കേരളത്തിൻ്റെ പെരുമയായ മലഞ്ചരക്കുകളുടെയും തോട്ടവിളകളുടെയും വിളഭൂമിയാണ് ഇടുക്കി. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ സിംഹഭാഗവും ഇടുക്കിയിൽ നിന്നാണ്.
ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകൾ ഉറപ്പു നൽകുന്ന പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ ആശ്രയിച്ചാണ് മധ്യ കേരളത്തിൻ്റെ നിലനിൽപ്പ്. രൂക്ഷമായ കാർഷിക തകർച്ച, ബദൽ തൊഴിലാളികളുടെ അഭാവം, പാരിസ്ഥിതിക ഇടർച്ച തുടങ്ങിയവ മൂലം 2 ദശാബ്ദങ്ങളായി ഇടുക്കി നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. ഇടുക്കിയുടെ പല പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന 12,000 കോടി രൂപയുടെ പാക്കേജാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അടങ്കൽ ഇതിനു പുറമെയാണ്. ഇത്രയും വലിയ തുക ഏകോപിതമായും കാര്യക്ഷമമായും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ മാറും. ഈ പാക്കേജിൻ്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയും മാസം തോറും അവലോകനം നടത്തുകയും ചെയ്യും. തൂണുകളാണുള്ളത്. ഒന്ന്, കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്ഥായിയായ രീതികളിലൂടെ കൃഷിയുടെയും മൃഗപരിപാലനത്തിൻ്റെയും ഉൽപാദനക്ഷമത ഉയർത്തുക. 2, മൂല്യവർദ്ധിത സംസ്കരണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 3, ടൂറിസം വികസിപ്പിക്കുക. 4, ഭൗതിക സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 5, ദാരിദ്ര്യം തുടച്ചു നീക്കുക. 6, പരിസ്ഥിതി സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കുക. ഇടുക്കി ജില്ലയുടെയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ആകെയും പുരോഗതി ഉറപ്പാക്കുന്നതാണ് ഈ പാക്കേജ്. ആഴക്കടൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിലൊരു കാര്യം ആവർത്തിക്കുകയാണ്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സാധ്യമായതെല്ലാം ചെയ്യും. EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേരള സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ തകർക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അതിൽ നിന്ന് ചില തിരുത്തലുകൾ പിന്നീട് അദ്ദേഹം വരുത്തി. അദ്ദേഹം മാറി മാറി ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. സംഭവങ്ങളുടെ നാൾവഴി പരിശോധിച്ചാൽ അത് തെളിയും. അസൻ കേരള 2020 117 താൽപ്പര്യപത്രങ്ങളും 34 ധാരണാപത്രങ്ങളും സംരംഭകരുമായി സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യപ്പെട്ടു വരുന്ന സംരംഭകരുമായി ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ധാരണാപത്രമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൽ കേരള സർക്കാർ നയങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരുവിധ കോർപ്പറേറ്റുകളെയും അനുവദിക്കില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് നയം. ആ നിലക്ക് KSIDC MD
ഒപ്പിട്ട ധാരണാപത്രം ഒരു കാരണവശാലും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒന്നല്ല. സർക്കാർ നയങ്ങൾക്കനുസൃതമായ പിന്തുണയും സഹകരണവുമാണ് ധാരണാപത്രത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിന് ഈ പിന്തുണ ലഭ്യമാകില്ല. അതുകൊണ്ട് തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേരള സർക്കാർ പിന്തുണയും സഹകരണവും നൽകുന്നു എന്ന ആരോപണത്തിന് വസ്തുതകളുടെ പിൻബലമില്ല. തീർത്തും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളും പൊതുസമൂഹവും തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. ആ കാരണത്താൽ അതീവ ജാഗ്രതയോടെ അത്തരമൊരു ജാഗ്രതയുടെ ഭാഗമായി സർക്കാർ ഈ ധാരണാപത്രം റദ്ദാക്കാൻ KSIDC മാനേജിംഗ് ഡയറക്ടർക്ക് വ്യവസായ മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ചെയ്ത എന്തെങ്കിലും തെറ്റായ കാര്യമല്ല റദ്ദാക്കുന്നത്. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുടെ ഒരു കണിക പോലും അവശേഷിക്കരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് ധാരണാപത്രം റദ്ദാക്കിയത് എന്നാണ് വ്യക്തമാക്കാനുള്ളത്. LDF സർക്കാരിന് ലഭിക്കുന്ന സ്വീകാര്യത പ്രതിപക്ഷ നിലയിലുണ്ടാക്കിയ അസ്വസ്ഥത പല രീതിയിൽ പുറത്തു വരുന്നത് നാം കാണുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരികയും അസാധാരണമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയാണ്. കർഷകർക്ക് വേണ്ടി അദ്ദേഹം ട്രാക്ടർ ഓടിക്കുന്നു. മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കടലിൽ നീന്തുകയും ചെയ്യുന്നു. അദ്ദേഹം കേരളത്തോട് കാണിക്കുന്ന ഈ താൽപ്പര്യത്തിൽ നന്ദിയുണ്ട്. ജനുവരി 16 ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഡൽഹിയിലെ കർഷക സമര സ്ഥലത്ത് ഏകദേശം 70ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ ഒന്നടങ്കം പിടിച്ചുലക്കുന്ന കർഷക സമരത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നതാണ് നാം കാണുന്നത്. ഏതായാലും ഇക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത പ്രശംസനീയമാണ്. 1990കളുടെ നടപ്പിലാക്കിയ നവ ഉദാരവൽക്കരണ നയങ്ങളെ തുടർന്നാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച രീതിയിൽ ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ആരംഭിച്ചത്. വിപണിയുടെ നീതിരഹിതമായ മത്സരത്തിന് വിട്ടുകൊടുത്തുകൊണ്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകേണ്ട പിന്തുണയും സുരക്ഷയും പിൻവലിച്ചുകൊണ്ടും കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണുണ്ടായത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ കാലയളവിൽ ഏകദേശം 3 ലക്ഷം കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അതിന്നും തുടരുകയാണ്. അതിന് കാരണമായത്
കോൺഗ്രസ് നടപ്പിലാക്കിയ ഇന്നും അവരുടെ അജണ്ടയായി മുന്നോട്ട് വെക്കുന്ന നയങ്ങളും ഭരണപരിഷ്കാരങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വയനാട് ജില്ലയിൽ എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും തിരക്കാൻ തയ്യാറാവണം. വയനാടിൻ്റെ നട്ടെല്ലായിരുന്ന കാപ്പി, കുരുമുളക് കൃഷികൾ എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? ഇന്ത്യയിലെ കാർഷിക പ്രതിസന്ധിയുടെ ആഴം ലോകത്തെ അറിയിച്ച സുപ്രസിദ്ധ പത്രപ്രവർത്തകൻ പി സായിനാഥ് പറയുന്നത് പ്രകാരം ഏകദേശം 6000 കോടി രൂപയുടെ നഷ്ടമാണ് 2000-ൻ്റെ ആദ്യ 4-5 വർഷങ്ങൾക്കുള്ളിൽ വയനാട് ജില്ലയിലെ കാപ്പി, കുരുമുളക് കൃഷികളിൽ മാത്രം സംഭവിച്ചത്. അതുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളുമാണ് ആത്മഹത്യ ചെയ്തത്. അത് മനസ്സിലാക്കാതെ കൊടിയ ശൈത്യത്തിൽ മരണത്തോട് മല്ലിട്ട് രാജ്യതലസ്ഥാനത്തെ തെരുവുകളിൽ കർഷകർക്ക് ഇപ്പോഴും സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കോൺഗ്രസ് തുടങ്ങിവെച്ച നിർദ്ദയം നടപ്പാക്കിയ കർഷക വിരുദ്ധ നയങ്ങളുടെ ഫലമായാണ് ഇതെല്ലാം സംഭവിച്ചത്. കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് കർഷകരുടെ രക്തം കോൺഗ്രസിൻ്റെ കൈകളിൽ പറ്റിയിരിക്കുകയാണ്. അനാഥമാക്കപ്പെട്ട അത്രയും കുടുംബങ്ങളുടെ ദുരിത ജീവിതങ്ങൾ ഓർക്കണം. ഈ പാതകങ്ങൾക്ക് കർഷകരോട് രാഹുൽ ഗാന്ധി കോൺഗ്രസിനു വേണ്ടി നിരുപാധികം മാപ്പ് പറയുകയാണ് വേണ്ടത്. ഈ നയങ്ങൾ തിരുത്തുകയാണ് വേണ്ടത്. രാജ്യത്ത് പുതിയ ബദലുകളാണ് വേണ്ടത്. അതിനുള്ള ആർജവം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ? ഇതാണ് സാധാരണഗതിയിൽ ആരും ഉറ്റുനോക്കുന്നത്. രാഹുൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കേരളത്തിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരളം എല്ലാ കാര്യത്തിലും പിന്നിലാണെന്നും ഇവിടെ ആകെ കുഴപ്പമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും നാടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. രാഹുലും അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളം പോലെ സാക്ഷരരും സാംസ്കാരിക സമ്പന്നരുമായ ജനങ്ങളുള്ള നാട് അരാജകത്വത്തിലാണെന്ന് പറയുന്നവർ ഈ നാടിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഉറപ്പ്. അഴിമതി തുടച്ചു നീക്കുന്നതിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ഫലം ജനങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. 2019 സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും നടത്തിയ കറപ്ഷൻ സർവേയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അതേസമയം രാജ്യത്ത്
ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് യു പിയിലാണെന്ന് പറഞ്ഞത് അവിടുത്തെ BJP MLA തന്നെയാണ്. ഇതിൽ നിന്നും എങ്ങനെ 8 പോലീസുകാർ അവിടെ ഗൂണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എത്രയെത്ര ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് അവിടെ നടക്കുന്നത്. സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ക്രൈം രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം UP ആണ്. 2019 റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ UP യിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായാണ് വർദ്ധിച്ചത്. 667% വരെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. UP യിലാകട്ടെ 20.5 കോടിയും. കേരളത്തേക്കാൾ 6 ഇരട്ടി ജനസംഖ്യ കൂടുതൽ. കേരളത്തിൽ കോവിഡ് ടെസ്റ്റുകൾ ഇതിനോടകം 1,10,00,000 കഴിഞ്ഞു. കേരളത്തേക്കാൾ 6 ഇരട്ടി ജനസംഖ്യയുള്ള UP യിലാകട്ടെ കണക്കുകൾ പ്രകാരം ഏകദേശം 3 കോടി പരിശോധനകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ടെസ്റ്റ് പെർ മില്യൺ നിരക്ക് UP യേക്കാൾ ഇരട്ടിയാണ് കേരളത്തിൽ. കോവിഡ് മരണങ്ങളെ തടയുന്ന കാര്യത്തിലും UP വളരെ പിറകിലാണ്. മരണനിരക്ക് പിടിച്ചു നിർത്തുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തിന് കേന്ദ്രത്തിൻ്റെ പണം മതി എന്നാണ് മറ്റൊരാരോപണം. യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിന് അർഹതപ്പെട്ട നികുതി വരുമാനം പോലും നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. GST ഏർപ്പെടുത്തിയതിനു ശേഷം കേരളത്തിൽ നിന്നും 1 രൂപ നികുതി പിരിച്ചാൽ അതിൽ 50 പൈസ പോലും സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 2.6% കേരളത്തിലാണ്. എന്നാൽ രാജ്യത്ത് മൊത്തം ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 1.9% മാത്രമാണ് കേരളത്തിന് നൽകുന്നത്. ഇതാണ് കേരളത്തിന് കേന്ദ്രം നൽകുന്ന പണത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെയാണെങ്കിലും പുതിയ വികസന മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കൂളുകളും റോഡുകളും പാലങ്ങളും ആശുപത്രികളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും കിഫ്ബി ധനസഹായത്തോടെയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ്. 2016 മുതൽ 2020 വരെ മികച്ച ഭരണം കാഴ്ചവെച്ച ഇന്ത്യൻ സംസ്ഥാനമായും കേരളത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ എതിർപ്പും വിയോജിപ്പും രേഖപ്പെടുത്താനുള്ള സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസിന് എന്താണ് പ്രസക്തി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇങ്ങനെയൊരു പാർട്ടിയുടെ നേതാവ് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ അപവാദം പറയുമ്പോൾ അതിന് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ നമ്മുടെ നാട്ടുകാരുമുണ്ടല്ലോ. ഗുജറാത്ത് സംഭവത്തെപ്പറ്റി
അവർക്കെന്താണ് പറയാനുള്ളത് എന്നത് അറിയാൻ സ്വാഭാവികമായും ഇവിടെയുള്ളവർക്ക് താല്പര്യം കാണും. അത് കഴിഞ്ഞ് പുതുച്ചേരിയിലെ കാര്യം പറയാനുമുള്ള ബാധ്യത അവർക്കുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വലിയ നേതാക്കൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും മേക്കിട്ട് കയറുമ്പോൾ അവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM ഈ സംശയം ഒഴിവാക്കാനാണ് EMCCയുടെ ധാരണാപത്രങ്ങൾ റദ്ദാക്കിയെന്ന് പറയുമ്പോഴും ഇതിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അങ്ങയുടെ വകുപ്പിന് കീഴിൽ ഒരു ഉദ്യോഗസ്ഥന് മാത്രം ഒരു ട്രോളർ ഉണ്ടാക്കാനുള്ള വലിയൊരു കമ്പനിയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കഴിയുമോ? മന്ത്രി കണ്ടില്ല എന്ന് പറയുന്നു, പിന്നീട് കണ്ടു എന്ന് പറയുന്നു. അത് സംശയത്തിനിടയാക്കുന്നു. EMCCക്കാർ ക്ലിഫ് ഹൗസിലെത്തി അങ്ങയെ കണ്ടു എന്ന് അവരുടെ പ്രസിഡന്റും പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇതിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റ് BJP നേതാക്കളുമൊക്കെ ഉയർത്തുന്ന ആരോപണം ഫിഷറീസ് വകുപ്പ് EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി യോജിച്ച് ചില നടപടികൾ സ്വീകരിച്ചു എന്നാണ്. മറ്റ് പല കാര്യങ്ങളിലും എന്നതുപോലെ ഇതും പ്രതിപക്ഷ നേതാവ് BJP നേതൃത്വവുമായി ഉണ്ടാക്കിയൊരു പരസ്പര ധാരണയുടെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ. ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻപാകെ 2019 ആഗസ്റ്റ് 3-നാണ് EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും EMCC ഗ്ലോബൽ കൺസോർഷ്യം LLC ന്യൂയോർക്ക് എന്നീ കമ്പനികൾ ഒരു കൺസെപ്റ്റ് നോട്ട് സമർപ്പിക്കുന്നത്. ഒരു വിദേശ കമ്പനിയുടെ പേരും ഇതിലുള്ളതിനാൽ ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വാഭാവികമായി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ട മുൻകരുതലിൻ്റെ ഭാഗമായി ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ ആരാഞ്ഞ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് കത്തെഴുതി. ഈ കത്തിന് വിദേശ മന്ത്രാലയത്തിൻ്റെ മറുപടിയും ലഭിച്ചിട്ടുണ്ട്. ഈ കമ്പനി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് സ്ഥാപനമാണെന്നും ഇതിന് ഹ്രസ്വകാല വാടകയ്ക്കെടുത്തിട്ടുള്ള കെട്ടിടത്തിൽ ഓഫീസുണ്ടെന്നും അറിയിച്ചിരുന്നു. ഷിബു വർഗീസ് ഈ കമ്പനിയുടെ പ്രസിഡൻ്റാണെന്നും വിദേശ മന്ത്രാലയത്തിൻ്റെ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2020 ഒക്ടോബർ 30-ന് EMCC ഒരു റിപ്പോർട്ട് ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. കമ്പനിയുടെ വിശ്വാസ്യത തെളിയിക്കുന്നതിനാവശ്യമായ രേഖകളുമായി ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ട് ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി വീണ്ടും കത്ത് നൽകുകയും ചെയ്തു. കമ്പനി എന്താണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാനുള്ള പ്രാരംഭ നടപടി വിദേശ മന്ത്രാലയം വഴിയാണ് ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരാർ പോയിട്ട് ഒരു നിർദ്ദേശം പോലും ഫിഷറീസ് വകുപ്പിൽ നിന്നും ഉത്ഭവിച്ചിട്ടില്ല. പിന്നെ ധാരണാപത്രത്തിൻ്റെ കാര്യം, കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം 400 യാനങ്ങളും 5 മദർ വെസലുകളും ലഭ്യമാക്കാനുള്ള ധാരണാപത്രം 2021 ഫെബ്രുവരി 2-നാണ് EMCC ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവെക്കുന്നത്. ഈ കാര്യം
വകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയോ സർക്കാരിനെയോ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അസൻ കേരളയിലെ ധാരണാപത്രത്തെക്കുറിച്ച് പരാമർശം ഈ ധാരണാപത്രത്തിലുണ്ട്. സർക്കാരിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ESINC MD EMCC കമ്പനിയുമായി ഒപ്പുവെച്ച ധാരണാപത്രം സർക്കാരിൻ്റെ ഫിഷറീസ് നയത്തിന് അനുസൃതമല്ല എന്ന ഖണ്ഡിതമായ അഭിപ്രായം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ധാരണാപത്രവുമായി മുന്നോട്ട് പോകരുതെന്നും റദ്ദ് ചെയ്യണമെന്നും സർക്കാർ തലത്തിൽ KSINCക്ക് നിർദ്ദേശം നൽകുകയും KSINC ഈ ധാരണാപത്രം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം, സർക്കാരിന് വ്യക്തമായ ഫിഷറീസ് നയമുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് രാജ്യത്തിനകത്തുള്ളതോ വിദേശത്തുള്ളതോ ആയ കോർപ്പറേറ്റുകൾക്ക് അനുമതി നൽകില്ല. ഇത് ഈ സർക്കാരിൻ്റെ നയമാണ്. അത് മറച്ചു വെച്ചതല്ല, പരസ്യമായ നയമാണ്. ഇത്തരമൊരു പ്രഖ്യാപിത നയം സർക്കാരിൻ്റേതായി നിലനിൽക്കെ മറിച്ചുള്ള ഒരു ധാരണാപത്രവും സർക്കാരിന് ബാധകമല്ല. അതോടൊപ്പം തന്നെ കാണേണ്ടത്, ഫിഷറീസ് വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ലഭിച്ച കൺസെപ്റ്റ് നോട്ട് സമർപ്പിച്ച സ്ഥാപനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വഴി ആരായുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSINC സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായ പരാമർശങ്ങളുള്ള ധാരണാപത്രത്തിൽ ഏർപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താമസമുണ്ടായില്ല. അത് റദ്ദാക്കാനുള്ള നടപടിയാണ് പിന്നീട് സർക്കാർ സ്വീകരിച്ചത്. ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, ഏതായിരുന്നു ആ സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉൾനാടൻ ജലഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശ്രീ TK ജോസ് IASനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് വസ്തുതകൾ. ഇതിൻ്റെ ഭാഗമായി ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ, അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്ന് പ്രതിപക്ഷ നേതാവും മറ്റും വിചാരിച്ചാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അങ്ങനെ പരാമർശങ്ങൾ നടത്തിയതായി കാണുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും ചില പ്രതികരണങ്ങൾ നടത്തിയതായി കാണുന്നുണ്ട്. അതൊന്നും ചെലവാകുന്നതല്ല എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. Rajakumari Gold and Diamonds. ഈ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു. 1991 തന്നെ പ്രതിഷേധമുയർന്നു. അതിനുശേഷമാണ് പിന്നീട് വന്ന ഐക്യമുന്നണി സർക്കാർ ഈ നയം പുനഃപരിശോധിക്കാൻ നിർബന്ധമായത്. സ്വകാര്യ കുത്തകകൾക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് തീരെഴുതുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അതേ നയം തന്നെയാണ് BJPക്കും ഉള്ളത്. രണ്ടു കൂട്ടർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് ദുഷ്ടലാക്കോടുകൂടി LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രണ്ടു കൂട്ടരും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതൊരേ സ്വരത്തിൽ പല ആവർത്തി
ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയെ എന്തോ CPM അല്ലാതെ വേവലാതിയോടെ കാണുന്നു എന്നുള്ള മട്ടിലോ മറ്റോ ആണ് ഒരു ചോദ്യം വന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഭാരവാഹിയൊന്നും അല്ലെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ. ഇവിടുത്തെ ഒരു MP എന്ന നിലക്ക് മാത്രമല്ലല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരാൾ അഭിപ്രായം പറയുന്നത് ആ ഒരു നില വെച്ചുകൊണ്ട് വേണമല്ലോ. ഇവിടെ ഏതെല്ലാം തരത്തിലാണ് അഭിപ്രായം പറഞ്ഞ് LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം സാധാരണഗതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിൽ ഞങ്ങൾക്കൊരസഹിഷ്ണുതയുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഖിലേന്ത്യാ നേതാക്കൾ വരും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലക്ക് അദ്ദേഹം വരുന്നു. അത് സ്വാഭാവികമാണ്. BJPയുടെ നേതാക്കളും ഇവിടെ വരുന്നു. പക്ഷേ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണ്ടേ? അതാണ് കാര്യം. നിങ്ങൾ ചോദിച്ചു ഗവൺമെൻറ് ശ്രമിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം അവസാനിക്കാത്തത് എന്ന്. അത് ചോദ്യകർത്തൃയുടെ ഒരു മാനസികാവസ്ഥ കാണിക്കുന്നതാണല്ലോ. കാരണം കാര്യങ്ങൾ അറിയാത്തതല്ലല്ലോ നിങ്ങൾക്ക്. കാര്യങ്ങൾ എങ്ങനെ തെറ്റായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കുന്നവരുണ്ട്. അതിൻ്റെ ഭാഗമാണ് ആ ചോദ്യം. ഇനി മനസ്സിലാക്കിയില്ല, നേരത്തെ മനസ്സിലാക്കിയില്ല എന്ന് വിചാരിക്കുക. ഞാനിവിടെ പലവട്ടം പറഞ്ഞല്ലോ, ഇപ്പോൾ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കൂ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് നിലവിൽ വന്നു. ആ ലിസ്റ്റിലുണ്ടായിരുന്ന, ആ ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ഇത്ര ഒഴിവുകളെന്ന് കാണിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് നോട്ടിഫൈ ചെയ്തത്. ആ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു കുറച്ച് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഒഴിവ് കൂടി വന്നു. അതിൽ നിന്നെടുക്കാമെന്ന നിലപാടെടുത്തു. ആരാണത് റദ്ദ് ചെയ്തത്? സുപ്രീം കോടതിയാണ് റദ്ദ് ചെയ്തത്. അത് ശരിയല്ലെന്നും നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ലീസ്റ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് കാണേണ്ടത്, ആ ലീസ്റ്റ് ഒരു പ്രത്യേക ഒഴിവിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഞങ്ങളിവിടെ ചെയ്തത് എന്താ? ആ ഒഴിവ് മാത്രമല്ല, യഥാർത്ഥത്തിൽ അല്പം അവരെ സഹായിക്കാനുള്ള ധൃതിയോടെയുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. കാരണം ഈ വർഷം ഡിസംബർ മാസം വരെ വരുന്ന ഒഴിവ് കണക്കാക്കിയാണ് അവർക്ക് അഡ്വൈസ് കൊടുത്തത്. അവരെ അടക്കമാണ് നിയമിച്ചത്. അതിനുശേഷമാണ് ആ ലിസ്റ്റ് റദ്ദാവുന്നത്. ആ ലിസ്റ്റ് പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? ആരെങ്കിലും വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണോ? എത്ര ആവർത്തി ഞാനത് ഇവിടെ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടല്ലല്ലോ. അപ്പം നിങ്ങൾക്കത് തെറ്റായി അവതരിപ്പിക്കണം എന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ PSCയിലടക്കം ഏറ്റവും അധികം നിയമനങ്ങൾ നൽകിയ ഒരു സർക്കാരാണെങ്കിലും ആ സർക്കാർ നിയമനം നൽകാത്ത സർക്കാരാണ് എന്ന് പ്രചരിപ്പിക്കൽ ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കുന്നവർക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഉദ്യോഗാർത്ഥികൾക്ക് നന്നായി അറിയാം
ഉദ്യോഗാർത്ഥികളെന്ന് പറയുമ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ളവർ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നുള്ള റാങ്ക് ലിസ്റ്റിനപ്പുറത്ത് റാങ്ക് ലിസ്റ്റിൽ പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന, ആവശ്യമായ യോഗ്യത സമ്പാദിച്ച് PSCയുടെ കനിവ് കാത്തു നിൽക്കുന്ന, അതിന് ടെസ്റ്റും ഇൻ്റർവ്യൂ നടക്കണം, അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരിക, അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. അത് ചെറിയ നമ്പറല്ല. അവരുടെ താല്പര്യവും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് നന്നായി അറിയാം. അപ്പോൾ സർക്കാർ എന്താ ചെയ്തത്? ഇപ്പോൾ നടക്കുന്ന സമരം സംബന്ധിച്ച് ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയും ആ തരത്തിലൊക്കെ ഇടപെടുകയുണ്ടായി. അതിനിയും തുടരും. ഞങ്ങളത് അവസാനിപ്പിക്കുന്നില്ല. ഏതെല്ലാം ഇടപെടൽ വേണോ അത്തരം ഇടപെടലുകൾ ഇനിയും നടത്തും. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ഒരു സമരത്തോടും മുഖം ധരിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല. സമരം ചെയ്യുന്നവരുമായി പലതരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സാധ്യമായ പരിഹാരമേ സർക്കാരിന് ചെയ്യാൻ സാധിക്കൂ. അത് ഏത് ഘട്ടത്തിലും ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണ്. ഇനിയും അവരുമായി, കാരണം ഈ തെറ്റിദ്ധരിക്കപ്പെട്ട കുറേ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, അവരുമായി ഇനിയും ചർച്ച ചെയ്യുന്നതിന് ഒരു വിഷമവും സർക്കാരിനുണ്ടാവില്ല. അവരുമായിട്ട് വേണമെങ്കിൽ ഇനിയും ചർച്ച നടത്തും. ഇതാണ് പൊതുവിൽ അത് സംബന്ധിച്ച് പറയാനുള്ളത്. BJP കോൺഗ്രസ് ഒരു അന്തർധാര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ ശോഭാ സുരേന്ദ്രൻ ലീഗിനെ NDAയുടെ ഭാഗമാക്കി ക്ഷണിച്ചിട്ടുണ്ട്. ലീഗുകാർ അത് നിരസിക്കുകയും ചെയ്തിട്ടില്ല. ആരും പരസ്യമായ ഒരു പ്രതികരണത്തിന് അതിൽ വന്നതുമില്ല. അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഒരു പരസ്യ സഖ്യത്തിലേക്കൊന്നും ഇപ്പോൾ അവരെത്തുമെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ നേരത്തെ നമ്മുടെ നാട്ടിൽ കോലീബി സഖ്യം ഉണ്ടായതാണല്ലോ. ഈ വടകരയും ബേപ്പൂരും ഒക്കെ ഓർമ്മയില്ലേ? അതൊരു ഘട്ടത്തിൽ ഏറെക്കുറെ പരസ്യമായിരുന്നു. അത് എന്നാൽ രഹസ്യമായിരുന്നു. രഹസ്യമായി വെച്ചു. എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ തന്നെ ധാരണ നടപ്പാക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ അറിഞ്ഞുപോയി. നാട്ടുകാർ അറിഞ്ഞുപോയതോടെ കനത്ത പരാജയം ഈ രണ്ടിടത്തും ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനും ലീഗ് അടക്കം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ അവർ സ്വീകരിച്ച നടപടികളുണ്ട്. അത് പലതട്ടിൽ തുടരും. പക്ഷേ അതൊക്കെ രഹസ്യ നീക്കങ്ങളാകാനാണ് സാധ്യത. ഇങ്ങനെയൊരു പരസ്യമായി മറ്റൊരു തരത്തിലേക്ക് പോകുമെന്ന് ഞാൻ കാണുന്നില്ല. നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് ബാക്കി പിന്നീടാവാം. അതാണ് നല്ലത്. ഈ പരിപാടി നിങ്ങൾക്കായി